ദ മെഷർ ഓഫ് ലവ് ഇസ് ടു ലവ് വിത്തൗട്ട് മെഷർ. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ അളവില്ലാതെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. ക്രിയേറ്റിംഗ് ലവ് അൺകണ്ടീഷണലി. സ്നേഹം ഉപാധികളില്ലാതെ. എങ്ങനെയാണ് നമ്മൾ ഒരാളെ ഉപാധികളില്ലാതെ സ്നേഹിക്കുക? നിങ്ങൾ നിങ്ങളെ തന്നെ അൺകണ്ടീഷണലി സ്നേഹിക്കാറുണ്ടോ? അൺകണ്ടീഷണൽ ലവ് ടുവേർഡ്സ് അവർ സെൽഫ്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ധാരാളം ഉപാധികൾ വെക്കില്ലേ? അയാൾ വിളിച്ചാൽ ഫോൺ എടുക്കണം, നമ്മൾ വിളിച്ചാൽ അയാൾ റിപ്ലൈ തരണം, നമ്മൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആ മെസ്സേജിന് റിപ്ലൈ തരണം എന്നുള്ളത്. പക്ഷെ അയാളുടെ സിറ്റുവേഷൻ ചിലപ്പോൾ മെസ്സേജിന് റിപ്ലൈ തരുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ ഫോൺ എടുക്കേണ്ട സിറ്റുവേഷനോ ആവില്ല. അപ്പം നമ്മൾ പ്രഡിക്റ്റ് ചെയ്തു ഹീ ഓർ ഷീ ഈസ് നോട്ട് ഇൻ ലവ് വിത്ത് മീ എന്നുള്ളത്. ബട്ട് ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. അയാൾ അതുപോലെ അംഗീകരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിളിക്കുമായിരിക്കും. അതൊക്കെയാണ് അൺകണ്ടീഷണൽ ലവ്. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ആ സിറ്റുവേഷനോട് യോജിക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഇത്ര സ്നേഹത്തോടു കൂടി വിളിച്ചിട്ടും അയാൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഒരു പക്ഷേ അയാൾക്ക് നിങ്ങളോട് ചിലപ്പോൾ ഫോൺ എടുക്കാൻ ചിലപ്പോൾ ആ സമയത്ത് തോന്നിയെന്ന് വരില്ല, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ബിസി ആയിരിക്കും. അപ്പോൾ ആക്സെപ്റ്റിംഗ് എവ്രി വൺ ആസ് ദേ ആർ. ഇനി ഒരാളുടെ മുടിയുടെ സ്റ്റൈല് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അയാളെ നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട, അയാളുടെ മുടി അങ്ങനെയാണ്, അല്ലെങ്കിൽ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വി കനോട്ട് ആക്സെപ്റ്റ് ഇറ്റ്. ഇനി നമുക്ക് പക്ഷെ അയാളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇഫ് വി ആർ ലവിങ് ഇൻ പേഴ്സൺ അൺകണ്ടീഷണലി, വി ആക്സെപ്റ്റ് ദ പേഴ്സൺ ആസ് സച്ച്. ഇനി നമ്മളൊരു പാരൻ്റൽ ചിൽഡ്രൻ റിലേഷൻഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പാരൻ്റ് ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇഫ് വി ലവ് അവർ ചൈൽഡ് അൺകണ്ടീഷണലി, സൺ ഓർ ഡോട്ടർ, മകനോ മകളോ ആവട്ടെ, അയാൾ ഏതൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നു ആ സിറ്റുവേഷനിൽ കൂടെ തന്നെ അയാളെ ആക്സെപ്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഒരു മകനെയോ മകളെയോ വളർത്തുമ്പോൾ, വളർത്തി വലുതാക്കിയിട്ട് നീ എന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുമ്പോൾ, വി ആർ എക്സ്പെക്ടിങ് സംതിങ് ഫ്രം ദാറ്റ് റിലേഷൻഷിപ്പ്. അതപ്പോൾ അൺകണ്ടീഷണൽ ലവ് ആവുന്നില്ല. നമ്മളൊരു കുട്ടീനെ വളർത്തുമ്പോൾ നമ്മളെന്താണ് അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്തിട്ടാണ് വളർത്തുന്നു എന്ന് പറയുന്നു. ബട്ട് ആഫ്റ്റർ ഹി ഓർ ഷീ ഈസ് ഇൻ അഡൾട്ട്ഹുഡ്, അവർ വലുതായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു അവനും അവളും വളർത്തി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കില്ല. ആക്സെപ്റ്റ് ദ സൺ ഓർ ഡോട്ടർ ഇൻ ദ സെയിം സിറ്റുവേഷൻ. അയാൾ എങ്ങനെയാണോ അതേ സിറ്റുവേഷനിൽ ആക്സെപ്റ്റ് ചെയ്യുക, ബിക്കോസ് അവർ നമ്മുടെ മക്കളാണ് അല്ലേ? അതുപോലെ തന്നെ തിരിച്ചും ആവാം. പാരൻസിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ പാരൻറ്റിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കും നമ്മുടെ ഫാദർ ആൻഡ് മദർ ഫിഗർ അവർ നമ്മളെ ഇതേപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അവരുടെ എക്സ്പെക്റ്റേഷനൊത്ത് നമ്മളായില്ലെങ്കിൽ ദേ കനോട്ട് എക്സ്പ്രസ് ദിയർ ലവ് 100%. അവരുടെ ആ എക്സ്പെക്റ്റേഷൻ നമ്മൾ മീറ്റ് ചെയ്തില്ല എങ്കിൽ, ബട്ട് വി ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. ദാറ്റ് ഈസ് അൺകണ്ടീഷണൽ ലവ് ടുവേർഡ്സ് ദ പാരൻസ്. ഇത് ചിൽഡ്രൻ്റെ അടുത്തുള്ള അൺകണ്ടീഷണൽ ലവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മളൊരു മാരേജിൽ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും വി ആർ ഗെറ്റിംഗ് എ പാരഡൈസ്, ഒരു സ്വർഗ്ഗമാണ് കിട്ടുന്നത് വിചാരിക്കും. പക്ഷേ നമ്മൾ വിചാരിച്ചത്ര സ്വർഗ്ഗമൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ബട്ട് വി ഹാവ് ടു ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാം ആക്സെപ്റ്റ് ചെയ്യണമാണോ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്? കുറേ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പം എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനൊന്നും നമ്മൾക്ക് പറ്റില്ല. അതൊരു ഫാക്ടറാണ്. നമ്മൾ ഈവൻ ദോ വി ആർ ലവിങ് എ പേഴ്സൺ അൺകണ്ടീഷണലി, ഇഫ് ഇറ്റ് ഈസ് ടു മച്ച് ഹേർട്ടിങ് യു, അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ എടുത്താലും, ഞാനിപ്പോൾ ഒരു പാരൻറ്റ് ചൈൽഡിനെ പറഞ്ഞു, പാർട്ട്ണറിൻ്റെ പറഞ്ഞു, ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇഫ് ദ ഫ്രണ്ട് ഈസ് ഡൂയിങ് സംതിങ് ഹേർട്ടിങ്, നമ്മളെ ഹേർട്ട് ചെയ്യണ എന്തെങ്കിലും ഫ്രണ്ട് ചെയ്യുന്നുണ്ട്, നമ്മളെപ്പറ്റി മോശം കാര്യങ്ങൾ പറയുന്നുണ്ട്, വി കനോട്ട് അക്സെപ്റ്റ് ദാറ്റ് സിറ്റുവേഷൻ. വി ഹാവ് ടു ഓപ്പൺ അപ്പ് ടു ഹിം ഓർ ഹെർ. നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ, ബട്ട് ഐ കനോട്ട് അക്സെപ്റ്റ് ഓൾ സച്ച് തിങ്സ് അല്ലേ? ബട്ട് വി ആർ ആക്സെപ്റ്റിംഗ് ദ പേഴ്സൺ. നമ്മളുടെ ആ സ്നേഹം അവിടെ നിലനിൽക്കും, ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ആ സ്നേഹം അവിടെ നിലനിൽക്കും. അപ്പോൾ ലവിങ് എവ്രി വൺ അൺകണ്ടീഷണലി എന്ന് പറഞ്ഞാൽ ഒരു ടഫ് ടാസ്ക് തന്നെയാണ്. ബട്ട് വി ക്യാൻ ട്രൈ അല്ലേ? ക്രിയേറ്റ് ലവ് അൺകണ്ടീഷണലി. ഇനി നമ്മൾക്ക് നമ്മളോട് തന്നെ സ്നേഹം ഉണ്ടോ ചോദിച്ചാലോ? നമ്മൾ നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മുടെ സെൽഫ് ലവിന് വേണ്ടി ചെയ്യുന്നത്? ആൻഡ് യു ഹാവ് ടു ആക്സെപ്റ്റ് യുവർ സെൽഫ് അൺകണ്ടീഷണലി. നമ്മളുടെ കുറേ പോരായ്മകൾ നമുക്കുണ്ടാവും, വർത്തമാനത്തിലോ നടത്തത്തിലോ ഫിസിക്കൽ അപ്പിയറൻസിലോ ഉണ്ടാവും. വി കനോട്ട് ഫീൽ ബാഡ് അബൌട്ട് അവർ സെൽഫ്. നമ്മൾക്ക് നമ്മളെ തന്നെ ബാഡായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഇങ്ങനെയായിരുന്നു, പക്ഷെ ഞാനിങ്ങനെ മാറി. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്സെപ്റ്റൻസ് ആവില്ല. ആക്സെപ്റ്റ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി ആൻഡ് ലവ് യുവർ സെൽഫ് അൺകണ്ടീഷണലി ആൻഡ് എവ്രി വൺ. എല്ലാവരെയും അൺകണ്ടീഷണലി ലവ് ചെയ്യുക എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.